പരിശോധനയ്ക്ക് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിലിനെ വീണ്ടും കോടതിയിൽ എത്തിച്ചിരിക്കുകയാണ്. രാഹുലിന്റെ ജാമ്യാപേക്ഷയിൽ ഉടൻ വിധി പറയും. ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലെന്ന മെഡിക്കൽ റിപ്പോർട്ട് ലഭിച്ചിരുന്നു. ഇന്ന് രാവിലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പത്തനംതിട്ടയിലെ വീട്ടിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത്. അതിനുശേഷം രാഹുലിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പ്രതിഭാഗത്തിന്റെ വാദത്തിന് ശേഷമാണ് കോടതി വീണ്ടും രണ്ടാമതും ഹരിമോഹൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. ഹരി, നേരത്തെ ഹരി സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു, അതായത് നാലാം പ്രതിയായ രാഹുലിന് ശേഷം മറ്റ് പ്രതികളിലേക്ക് എത്താനുള്ള സാധ്യതയെക്കുറിച്ചൊക്കെ. അപ്പോൾ ഈ രാഹുലിനെതിരെ കണ്ടോൺമെന്റ് പോലീസ് വേറെയും മറ്റ് 2 കേസുകൾ കൂടി നേരത്തെ രജിസ്റ്റർ ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഇങ്ങനെ ഈ പൊതുമുതലടക്കം നശിപ്പിച്ച ഒരു കേസിലെ പ്രതിക്ക് ഇത്തരത്തിൽ ജാമ്യം നൽകുകയാണെങ്കിൽ അത് സമൂഹത്തിനൊരു തെറ്റായ സന്ദേശം നൽകുമെന്ന രീതിയിലൊക്കെ തന്നെ പ്രോസിക്യൂഷൻ വാദിച്ചിരുന്നു. അപ്പോൾ എങ്ങനെയായിരിക്കും ഇനിയുള്ള വാദങ്ങൾ നടക്കുക? രാഹുലിന്റെ ജാമ്യാപേക്ഷയിൽ വിധി എന്ത് പ്രതീക്ഷിക്കാം? സ്നേഹ, അതിൽ ഒരു കോടതി വിധിയാണ്. അതിൽ നമ്മൾ മുൻവിധികൾ ഉണ്ടാവാൻ പാടില്ല എന്നാണ് പറയുന്നത്. എങ്കിൽ പോലും ചില കാര്യങ്ങൾ, വസ്തുതകൾ പറയാതിരിക്കാൻ കഴിയില്ല. അതിലൊന്ന് ഈ ജാമ്യം ലഭിക്കാനുള്ളതും ലഭിക്കാതിരിക്കാനുള്ളതുമായിട്ടുള്ള സാധ്യതകളാണ്. ലഭിക്കാനുള്ള ആകെ ഒരു സാധ്യത എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിൽ ഉള്ളത് ഈ പ്രോസിക്യൂഷൻ സമർപ്പിച്ചിരിക്കുന്ന തെളിവുകൾ അപര്യാപ്തമാണ് എന്ന് കോടതിക്ക് തോന്നിക്കഴിഞ്ഞാൽ, അതായത് രാഹുൽ മുൻനിരയിൽ നിന്ന് നേരിട്ട് ഇത്തരത്തിൽ ഒരു ആക്രമണം പോലീസിനെതിരെ അഴിച്ചുവിട്ടു, രാഹുലാണ് ഇത്തരത്തിൽ അക്രമത്തിന് പ്രേരണ നൽകിയത് എന്ന് പ്രോസിക്യൂഷൻ നൽകിയിട്ടുള്ള ചില തെളിവുകൾ, ആ തെളിവുകൾ അപര്യാപ്തമാണ് എന്ന് കോടതിക്ക് തോന്നിക്കഴിഞ്ഞാൽ കോടതി ജാമ്യം നൽകുന്ന അവസ്ഥയിലേക്ക് പോകും. പക്ഷേ അതേസമയം തന്നെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു പ്രധാനമായിട്ടും ജാമ്യം ലഭിക്കാനുള്ള കാരണമായി നേരത്തെ പ്രതിഭാഗം ഉയർത്തി കാണിച്ചത്. പക്ഷേ അല്പം മുമ്പ് നടന്നിട്ടുള്ള വൈദ്യപരിശോധനയിൽ വന്നിട്ടുള്ള, അല്ലെങ്കിൽ വൈദ്യപരിശോധനയുടെ ഫലം, അല്ലെങ്കിൽ മെഡിക്കൽ റിപ്പോർട്ട്, അതൊക്കെ വന്നിട്ടുള്ളത് രാഹുലിന് ആരോഗ്യ പ്രശ്നങ്ങളില്ല. അതായത് ഇപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നുള്ള റിപ്പോർട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും കോടതിക്ക് അത്തരം കാര്യങ്ങൾ പരിഗണിക്കേണ്ട കാര്യമില്ലാതായി വരും. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് റിമാൻഡിലേക്ക് വിടാനുള്ള കാരണമാണ്. അതായത് പ്രോസിക്യൂഷൻ സമർപ്പിച്ചിട്ടുള്ള മറ്റ് കാര്യങ്ങൾ എല്ലാം പര്യാപ്തമാണ് എന്ന് കോടതിക്ക് തോന്നുക, മതിയായ തെളിവുകളാണ് എന്ന് കോടതിക്ക് തോന്നിക്കഴിഞ്ഞാൽ റിമാൻഡിലേക്ക് വിടും. ഇപ്പോൾ ഏറ്റവും കൂടുതൽ സാധ്യത നിലനിൽക്കുന്നതും ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല എന്ന് ബോധ്യപ്പെട്ടതോടുകൂടി ഏറ്റവും കൂടുതൽ സാധ്യത നിലനിൽക്കുന്നത് റിമാൻഡിൽ തന്നെയാണ്. കോടതി ഇത്രത്തോളം സമയമെടുക്കുന്നതിനെ കുറിച്ച് മാത്രമാണ് ഒരു ആശങ്കയുള്ളത്. പക്ഷേ ഇത്തരത്തിൽ റിമാൻഡിലേക്ക് വിടാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതലായി കാണേണ്ടി വരിക. അല്പസമയത്തിനുള്ളിൽ തന്നെ കോടതി വിധി പറയും എന്നുള്ളതാണ്. സാധാരണഗതിയിലുള്ള കോടതി സമയമൊക്കെ കഴിഞ്ഞു. പക്ഷെ കോടതി കൂടുതൽ സമയം ഇരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ അകത്തുണ്ട്, കോടതിക്ക് അകത്തുണ്ട്. അപ്പോൾ ജഡ്ജി കാര്യങ്ങൾ ഒരുപക്ഷെ വിശദമായി പഠിക്കുന്നതാവാം, വിധി എഴുതുന്നതാവാം. അപ്പോൾ അത്തരത്തിലുള്ള സമയം കൂടുതൽ എടുക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാഹുലിന് ജാമ്യം ലഭിക്കുകയാണെങ്കിൽ യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് പ്രതിപക്ഷത്തിനെ സംബന്ധിച്ച് ഇതൊരു വലിയ ആഘോഷപൂർവ്വമായിട്ടുള്ള രാത്രിയായിരിക്കാം. അത്രത്തോളം ആവേശം അവർക്കുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ റിമാൻഡിലേക്ക് വിടുകയാണെങ്കിൽ അവർ അതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കും. വരും ദിവസങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധ പ്രക്ഷോഭ പരിപാടികളൊക്കെ തന്നെ സംസ്ഥാനത്തുടനീളം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്ന കാര്യങ്ങളൊക്കെ തന്നെ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ വ്യക്തമാക്കിയിരുന്നു. ഇന്ന് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തുമെന്നുള്ള കാര്യം വരെ അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷെ നമ്മൾ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ നേതൃത്വവുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം രാഹുലിന്റെ ജാമ്യാപേക്ഷയിൽ വിധി വരുന്നതിന് മുമ്പ് അത്തരത്തിലൊരു പ്രതിഷേധം നടത്തുന്നതിൽ സംഗത്യമില്ല, വിധി വരട്ടെ, എന്താണ് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരട്ടെ, അതിനുശേഷം മാത്രം മതി തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരിയിലുള്ള പ്രതിഷേധം എന്നുള്ളതാണ് അവർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ മറ്റ് ജില്ലകളിൽ, എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും പല സ്ഥലങ്ങളിൽ രാവിലെ 11 മണിക്ക് തുടങ്ങി, ചില സ്ഥലങ്ങളിൽ ഉച്ചയോടുകൂടി നടന്നു, ചില സ്ഥലങ്ങളിൽ വൈകുന്നേരത്ത് നടന്നു. അപ്പോൾ അത്തരത്തിൽ എല്ലാ ജില്ലകളിലെയും ഇത് വളരെ കൃത്യമായി രാഷ്ട്രീയമായി ഉപയോഗിക്കുക, പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുക, പോലീസ് രാജ് എന്നുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ട് കൃത്യമായി പ്രതിഷേധ പ്രകടനങ്ങൾ, മാർച്ചുകൾ ഒക്കെ തന്നെ, പ്രതിഷേധ മാർഗങ്ങൾ മറ്റു പല രീതികളിലും നടത്തുക എന്നുള്ളത് തന്നെയാണ് പ്രതിപക്ഷത്തെ സംബന്ധിച്ച് ഇന്നത്തെ ദിവസം മാത്രമല്ല വരും ദിവസങ്ങളിലും. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായതുകൊണ്ട് തന്നെ അദ്ദേഹം സ്ഥാനം ഏറ്റെടുത്തിട്ട് കുറച്ച് മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ രാഷ്ട്രീയമായി ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായ പൊളിറ്റിക്കൽ മൈലേജ് ഉണ്ടാക്കാൻ കഴിയും എന്നുള്ള ഒരു ബോധ്യം പ്രതിപക്ഷത്തിനുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇന്ന് പകൽ എല്ലാ നേതാക്കളും രാഹുലിന് പിന്നിൽ ഒറ്റക്കെട്ടായി അണിനിരക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. എന്തായാലും ഇത് സംബന്ധിച്ച് ഇനിയിപ്പോൾ വരാനുള്ളത് കോടതി വിധിയാണ്. കോടതി വിധി വന്നതിന് ശേഷം മാത്രം
മാത്രമായിരിക്കും. ബാക്കി സമരങ്ങൾ വേണോ, പ്രതിഷേധങ്ങൾ വേണം, ഏത് തരത്തിൽ ഇതിനെ കൈകാര്യം ചെയ്യണം എന്നൊക്കെയുള്ള കാര്യത്തിൽ അന്തിമ രൂപത്തിലേക്ക് കാര്യങ്ങൾ വരിക. നാളെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് പ്രതിപക്ഷത്തെ സംബന്ധിച്ച്. കാരണം നാളെ UDF ഏകോപന സമിതി യോഗം രാവിലെ ചേരുന്നുണ്ട്. രാഹുലിനെ റിമാൻഡ് ചെയ്യുകയാണെങ്കിൽ നാളെ UDF ഏകോപന സമിതി യോഗത്തിൽ വളരെ കൃത്യമായ അന്തിമ രൂപം കാര്യങ്ങൾക്ക് വരുത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം പ്രതിപക്ഷ നേതാവ് ഉണ്ടാകും, മുസ്ലിം ലീഗിന്റെ നേതാക്കളുണ്ടാകും, മറ്റ് ഘടകകക്ഷികളുടെ നേതാക്കളുണ്ടാകും. അവരെല്ലാവരും ചേർന്നുകൊണ്ട് നാളെ സമരപരിപാടികൾക്ക് ഒരു കൃത്യമായ രൂപം നൽകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷെ ജാമ്യത്തിൽ വിട്ടുകഴിഞ്ഞാൽ കുറേയൊക്കെ സമാധാനപരമായിരിക്കും അന്തരീക്ഷം. പക്ഷെ അത് രാഷ്ട്രീയമായി ഉപയോഗിക്കപ്പെടാം. അതിന് മറ്റ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ ജാമ്യാപേക്ഷയിൽ വിധി എന്ത് തന്നെയായാലും രാഹുലിനെ അറസ്റ്റ് ചെയ്ത രീതി, അതായത് ഈ പുലർച്ചെ വീട്ടിലെത്തിയ ശേഷം, വീട് വളഞ്ഞ ശേഷം ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിനെ ഇത്തരത്തിൽ, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ തന്നെ ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്യുന്നു എന്നുള്ളൊരു രീതി വരും ദിവസങ്ങളിലും ചോദ്യം ചെയ്യപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ടല്ലോ. ഇന്നിപ്പോൾ റഹീമൊക്കെ നേരത്തെ വ്യക്തമാക്കിയിരുന്നത് ഇത്തരത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തടക്കം വീടുകൾ കയറി ഇത്തരത്തിൽ വനിതാ നേതാക്കളെ അടക്കം അറസ്റ്റ് ചെയ്തിരുന്നു എന്നുള്ളതൊക്കെ നേരത്തെ റഹീം അടക്കം പറഞ്ഞിരുന്നു ഈ ഒരു ചോദ്യങ്ങളൊക്കെ വന്നപ്പോൾ. എന്നാലും വരും ദിവസങ്ങളിൽ ഈ പോലീസിന്റെ നടപടി എത്രത്തോളം, ഈ പോലീസിന്റെ നടപടി വലിയ രീതിയിൽ ചോദ്യം ചെയ്യപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ടല്ലേ? തീർച്ചയായിട്ടും പോലീസിന്റെ നടപടികൾ ചോദ്യം ചെയ്യപ്പെടുക എന്നുള്ളത് തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ ലക്ഷ്യം. കാരണം അവർ ഉയർത്തി കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ സെക്രട്ടേറിയറ്റ് മാർച്ച് അക്രമാസക്തമായതാണ് കേസെടുക്കാനുള്ള കാരണം. സെക്രട്ടേറിയറ്റിലേക്ക് നിന്നുള്ള എവിടേക്ക് നടത്തിയ മാർച്ചായാലും അക്രമാസക്തമായി കഴിഞ്ഞാൽ കേസെടുക്കും, അത് സ്വാഭാവികമാണ്. പക്ഷെ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികൾ, അതായത് ഈ നേതാക്കൾ എന്ന് പറയപ്പെടുന്ന പ്രതികളെ അറസ്റ്റ് ചെയ്യുക, അവരെ റിമാൻഡിലേക്ക് വിടുക തുടങ്ങിയ നടപടിക്രമങ്ങളൊന്നും തന്നെ സാധാരണഗതിയിൽ നടക്കാറില്ലാത്തതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ അതിൽ അസ്വാഭാവികമായി ചില കാര്യങ്ങൾ ഉണ്ടാവണം. പക്ഷേ സെക്രട്ടേറിയറ്റ് മാർച്ച് അക്രമാസക്തമായതൊക്കെ മുൻപും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. മുൻപും പല സമരങ്ങളും ഇത്തരത്തിൽ അക്രമാസക്തമായത് കണ്ടതാണ്. പക്ഷേ എത്ര നേതാക്കളെയാണ് ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ള ചോദ്യമാണ്. ആ ചോദ്യത്തിൽ ഏറ്റവും പ്രസക്തമായ കാര്യം എത്ര നേതാക്കളെയാണ് എന്നുള്ളതാണ്. അണികളായിട്ടുള്ള, പ്രവർത്തകരായിട്ടുള്ള ആളുകളെ കസ്റ്റഡിയിലെടുക്കുക, അറസ്റ്റ് രേഖപ്പെടുത്തുക, കോടതിയിൽ ഹാജരാക്കുക, റിമാൻഡ് ചെയ്യുക, അതൊക്കെ സാധാരണഗതിയിൽ നടക്കാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ കുറേയേറെ ദിവസങ്ങളായി 24 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തിരുന്നു, അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. അവർ ദിവസങ്ങളോളം റിമാൻഡിൽ പൂജപ്പുര ജയിലിൽ കഴിഞ്ഞിരുന്നു. പക്ഷെ അപ്പോഴൊന്നും ഒരു പരിധിക്കപ്പുറത്തേക്ക് ഒരു പ്രക്ഷോഭ പരിപാടിയോ പ്രതിഷേധ പരിപാടിയോ ഒന്നും സംഘടിപ്പിക്കാൻ പ്രതിപക്ഷം തയ്യാറായില്ല. കാരണം അത് സ്വാഭാവിക നടപടിയാണ്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ നേതാവാണ്, പ്രതിപക്ഷ യുവജന സംഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് സംസ്ഥാന അധ്യക്ഷൻ എന്ന് പറയപ്പെടുന്ന നേതാവാണ്. ഏതെങ്കിലും ഒരു പ്രതിപക്ഷ യുവജന സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷനെ സമരം നടത്തിയത് അക്രമാസക്തമായതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള ചോദ്യം പ്രതിപക്ഷം ചോദിക്കുമ്പോൾ അതിന് വളരെയധികം പ്രസക്തിയുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ ഈ CPM-ന്റെ ഭാഗത്ത് നിന്ന്, ഡിവൈഎഫ്ഐയുടെ ഭാഗത്ത് നിന്നൊക്കെ വരുന്ന ഒരു മറുപടി എന്ന് പറയുന്നത് ഇതൊരു സ്വാഭാവിക നടപടിക്രമം എന്നുള്ളതാണ്. പക്ഷെ എങ്ങനെ അത് സ്വാഭാവിക നടപടിക്രമമാകും എന്നുള്ള ചോദ്യം ചോദിക്കേണ്ടി വരുന്നു പ്രതിപക്ഷത്തിന് എന്നുള്ളത് ആണ് ഇതിനകത്തെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കാരണം സ്വാഭാവിക നടപടിക്രമം എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതെങ്ങനെ നേതാക്കളെ അറസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതിലേക്ക് വരുന്നു, അല്ല അതൊരു രാഷ്ട്രീയ നടപടിയല്ലേ, പ്രതികാര നടപടിയല്ലേ എന്നുള്ള ചോദ്യമാണ് ഇവിടെ ഉയർന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ് കിട്ടിയ അവസരമാണ് എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അത് നവകേരള സദസ്സ് പോലൊരു പരിപാടി കൊണ്ടുവന്നിട്ട് സർക്കാർ ആ രീതിയിൽ അതിനെ ഉപയോഗിക്കുന്നു, പ്രതിപക്ഷം വഴിനീളെ കരിങ്കൊടി കാണിക്കുന്നു. അത്തരത്തിൽ അതിന് രണ്ടു വിഭാഗത്തിനും ഗുണകരവും ദോഷകരവുമായിട്ടുള്ള ചില വസ്തുതകൾ കൊണ്ടുവന്നു എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. പക്ഷേ പ്രതിപക്ഷത്തിന് കൃത്യമായി ഉപയോഗിക്കാൻ ഒരു കാര്യം കിട്ടുന്നില്ലായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നുള്ളത് നമ്മൾ നോക്കിക്കാണേണ്ടുന്ന ഒരു കാര്യമാണ്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ് കിട്ടിയിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇനിയിപ്പോൾ ഉയർത്താൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വന്നിട്ടുള്ള നിർദ്ദേശമായിരിക്കണം. ഇന്നിപ്പോൾ പല നേതാക്കളും അക്കാര്യം ഉയർത്തിയിരുന്നു. ചില ആളുകൾ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ പേരെടുത്ത് തന്നെ സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ നിർദ്ദേശം മൂലമാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ നടപടി ഉണ്ടാവാനുള്ള കാരണം എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഒരു ചോദ്യം പ്രധാനമായിട്ട് ഉയരുന്നുണ്ട് സ്നേഹ. ഈ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യുന്ന ഇന്നത്തെ ഒരു ദിവസം, ആ ദിവസത്തിനാണ് ഏറെ പ്രസക്തിയുള്ളത്. കാരണം LDF ഇടതു മുന്നണി രാജ്ഭവനിലേക്ക് ഒരു കർഷക മാർച്ച് നടത്തുന്നു. ഗവർണർക്കെതിരായ പോരാട്ടം പ്രഖ്യാപിച്ച സമയത്താണ് ഈ കർഷക മാർച്ച് നടക്കുന്നത്. അന്നത്തെ ദിവസം ഗവർണർ ഇടുക്കിയിലേക്ക് പോകുന്നു. ഇടുക്കിയിലും ഇടതുമുന്നണി ഹർത്താൽ പ്രഖ്യാപിക്കുന്നു. അപ്പോൾ വാർത്തകളിൽ നിറയേണ്ടതും സജീവമാക്കി നിർത്തേണ്ടതും രാജ്ഭവനിലെ ഈ മാർച്ചും ഇടുക്കിയിലെ ഹർത്താലും ഗവർണർക്കെതിരായിട്ടുള്ള സർക്കാരിന്റെയും ഇടതുമുന്നണിയുടെയും പോരാട്ടവും ഒക്കെയാണ്. അത്തരത്തിൽ വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ദിവസം എങ്ങനെയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ അറസ്റ്റ് ചെയ്തു എന്നുള്ളൊരു വാർത്ത മുഴുവൻ അന്നത്തെ ദിവസം മുഴുവൻ ചർച്ചയാകുന്നത്
ആകുന്നത്, സജീവമാകുന്നത് എന്നുള്ള ഒരു ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തുകൊണ്ട് ഈ ദിവസം തെരഞ്ഞെടുത്തു എന്നുള്ളതാണ് ഇതിനകത്ത് മറ്റൊരു സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തലിനെ രണ്ടാമത് വൈദ്യപരിശോധനയ്ക്ക് ശേഷം വീണ്ടും കോടതിയിൽ എത്തിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷയിൽ വിധി ഉടൻ ഉണ്ടാകും. ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്നാണ് രണ്ടാമത് മെഡിക്കൽ റിപ്പോർട്ട് വന്നിരിക്കുന്നത്.